ോടുള്ള വെല്ലുവിളിയാണ് സർ. വിഷയദാരിദ്ര്യം മൂലം ഇന്ന് ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. എന്തൊരു അതിക്രമമാണ് സർ കാണിക്കുന്നത്. എല്ലാ ദിവസവും അങ്ങയുടെ മുഖം മറച്ചുകൊണ്ട് വെല്ലിലിറങ്ങി കാണിക്കുന്ന ഈ അതിക്രമം ജനങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് 2 കരണക്കുറ്റിക്ക് മാറി കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവർക്ക് പ്രഹരമേറ്റുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലേറ്റ പ്രഹരം സ്പ്രിംഗ്ലർ കേസിലാണ്. സ്പ്രിംഗ്ലർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിപ്പിടിച്ച ആരോപണമായിരുന്നില്ലേ? എന്താ ഈ സ്പ്രിംഗ്ലറിന്റെ കഥ? എന്നിട്ടൊരു പ്രതിപക്ഷ നേതാവ് എല്ലാവരെയും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വായിൽ തോന്നിയത് പറഞ്ഞു എന്ന് വിളിച്ചു പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ്. അപ്പോ കോടതിയിൽ തോറ്റാൽ നിയമസഭയിൽ എന്നതാണോ സ്ഥിതി? കോടതിയിൽ തോറ്റാൽ നിയമസഭയിലാണോ? അതാണ് സാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് അവരുന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഒളിഞ്ഞതിന്റെ ജാള്യമാണ്. അതാണ് ഇവിടെ തീർത്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ കെ ജെ മാക്സി, നിയമസഭക്കകത്തും പുറത്തും ഈ പ്രതിപക്ഷം നടത്തുന്ന സമരം ചീറ്റിപ്പോയതിന്റെ പ്രയാസമാണ് സാർ. ഈ ക്വസ്റ്റ്യൻ അവർ പോലും ഇവരിത് കാണിച്ചു കൂട്ടുന്നത്. സാർ, ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിലൂടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിച്ച സർക്കാരാണ് ഈ സർക്കാർ എന്ന് സാർ നമുക്കെല്ലാം അഭിമാനിക്കാവുന്നതാണ്. എറണാകുളം ജില്ലയിലെ വിവരങ്ങളുമായി തുടരുന്നു. സഭ പ്രക്ഷുബ്ധമായി മുന്നോട്ട് പോവുകയാണ്. പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ ബഹളം വയ്ക്കുന്നു. സ്പീക്കറെ പോലും കാണാനാവാത്ത വിധം പ്ലക്കാർഡുകൾ പിടിച്ച് മുഖം മറച്ചുകൊണ്ട് ഇത്തരത്തിൽ നടത്തുന്നത് ശരിയല്ല എന്ന് മന്ത്രി MP രാജേഷ് കൂടി സഭയിൽ വ്യക്തമാക്കുകയുണ്ടായി. പ്രശാന്ത്, പറയൂ തത്സമയ വിവരങ്ങൾ. 1700-ലധികം കോടി രൂപ കിഫ്ബിയിലൂടെ ഇതിനു വേണ്ടിയിട്ട് ആരോപികൾക്കായിട്ടും അടിപ്പാതകൾക്കായിട്ടും അനുവദിച്ചിട്ടുണ്ട്. ബഹളം സഭയിൽ തുടരുകയാണ്. ഇതിനിടയ്ക്ക് ചോദ്യോത്തരവേള നടക്കുന്ന അവസരത്തിൽ മന്ത്രി MP രാജേഷ് ഇതിൽ പ്രതികരണവുമായി എഴുന്നേറ്റുകയുണ്ടായി. അതായത് പ്രതിപക്ഷത്തിന് കോടതിയിൽ നിന്ന് അടികിട്ടിയപ്പോൾ എല്ലാം തന്നെ സഭയിൽ വന്ന് അതിനുള്ള മറുപടി പറയുകയാണ്. മാത്രമല്ല, ഈ ജനാധിപത്യ വിരുദ്ധമായ സമരമാണ്, പ്രതിഷേധമാണ് സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം നടത്തുന്നത്. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നു തുടങ്ങിയ വിമർശനങ്ങൾ ഉന്നയിച്ചാണ് സർക്കാരിൻ്റെ ഭാഗമായി മന്ത്രി MP രാജേഷ് സംസാരിച്ചത്. ഏതായാലും സഭയ്ക്കകത്ത് ഇന്ന് ചോദ്യോത്തരവേള മുതൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള ഉന്നയിച്ച പ്രക്ഷുബ്ധമാക്കുകയാണ് സഭ. ഈ നില തന്നെ തുടർന്നാൽ മതി എന്ന തീരുമാനത്തിലാണ് UDFന്റെ പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് രാവിലെ തീരുമാനിച്ചത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ പല വിഷയങ്ങൾ, പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പും പയ്യന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട തടവുകാരുടെ പരോൾ അടക്കമുള്ള വിഷയങ്ങൾ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നിരുന്നെങ്കിലും ഇത്തരം വിഷയങ്ങൾ ഒന്നും തന്നെ ശൂന്യവേളയിൽ ഉന്നയിക്കാനുള്ള അവസരം പ്രതിപക്ഷത്തിന് ലഭിച്ചിരുന്നില്ല. കാരണം നോട്ടീസിന് തന്നെ സ്പീക്കർ അനുമതി നൽകിയില്ല. ഈ അവസരത്തിലാണ് ശബരിമല വിഷയം ശക്തമായി തന്നെ സഭയിൽ ഉന്നയിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അത് ചോദ്യോത്തര വേളയിൽ തന്നെ ആദ്യ മണിക്കൂറിൽ തന്നെ ഉന്നയിക്കാനുള്ള ആദ്യ മിനിറ്റ് മുതൽ തന്നെ അത് ഉന്നയിക്കുകയാണ്. കാരണം ചോദ്യോത്തര വേള പൂർണ്ണമായും തത്സമയം സംപ്രേഷണം ചെയ്യുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ആദ്യ മിനിറ്റ് മുതൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള ഉന്നയിച്ചുകൊണ്ട് സഭയിൽ പ്രക്ഷോഭം തുടരുകയാണ്. ഏതായാലും ഈ നിലയിലാണ് ഇന്ന് മുഴുവൻ സഭയ്ക്കുള്ളിൽ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനമെങ്കിൽ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് ഇന്നത്തെ സഭാ നടപടികൾ അവസാനിപ്പിക്കാൻ സ്പീക്കർ നിർബന്ധിതമാകും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ നോട്ടീസിന് അനുമതി നൽകാത്ത, അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകാത്ത അവസരത്തിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചിരുന്നു. എന്നിരുന്നാൽ പോലും സഭാ നടപടികൾ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതിഷേധമുണ്ടായില്ല. കാരണം ഏറെ മിനിറ്റുകൾ പ്രതിഷേധിച്ച ശേഷം പിന്നീട് സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പോവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ബജറ്റിന്മേലുള്ള ചർച്ചയിലൊന്നും തന്നെ പ്രതിപക്ഷം പങ്കെടുത്തിരുന്നില്ല. ഇന്ന് ബജറ്റിന്മേലുള്ള ചർച്ച തുടരുകയാണ്. പക്ഷേ ഇന്നിപ്പോൾ സഭയുമായി ഒട്ടും സഹകരിക്കേണ്ട എന്ന നിലയിൽ തന്നെ സഭയ്ക്കുള്ളിൽ വലിയ പ്രതിഷേധ മുദ്രാവാക്യം തന്നെയാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. അതായത് സ്പീക്കറുടെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദമായ ചർച്ച വേണം തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് വലിയ പ്രതിഷേധമാണ് സഭയിൽ ഉയരുന്നത്. പ്രതിപക്ഷ ബഹളം അവിടെ സഭയിൽ കാര്യമായി സഭാ നടപടികളെ ബാധിക്കുന്നുമുണ്ട്.